സ്വാമി അടുത്ത ദിവസങ്ങളിലായി രാഹു ഗ്രഹിച്ചെന്നും യാത്രാകാര്യങ്ങളും മറ്റും പറയുമ്പോൾ എല്ലാവർക്കും ദുഃഖമാണ്. ആരും ദുഃഖിക്കരുത്. പോക്കുവരവുകൾ ചേർന്നതാണ് ജീവിതം. ഒന്നോർത്ത, ഭൂമി ജീവാത്മാവും ആകാശം പരമാത്മാവും തന്നെ. സ്വാമി ദീർഘകാലം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. സൗരയുധത്തിന് സൂര്യൻ പോലെ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അന്വേഷിച്ചത് കണ്ടെത്തിയ പിന്നെ അവിടെ എന്തിനു ചുറ്റിത്തിരിയണം? പിന്നെ സൂര്യൻ അസ്തമിച്ചാലും പ്രകാശം അസ്തമിക്കുന്നില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. അങ്ങനെ ശാരദയും വണങ്ങി. ഇനി വൈദിക മഠത്തിലേക്ക് മടങ്ങണം. അതിന് സമയമായി. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിലില്ലറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടുമോർത്താൽ ഒരു പൊരുളാമതിലില്ല വാദമേതും. സങ്കല്പാത്മകമായ പ്രപഞ്ചബോധത്തെ വെടിഞ്ഞാൽ അതോടെ ഞാനെന്ന ജീവബോധം ഇല്ലാതാകും. ഞാനെന്ന ജീവബോധത്തെ വേർപെട്ടാൽ പ്രപഞ്ചബോധവും ഇല്ലാതാവും. രണ്ടും സ്വയം പ്രകാശിക്കുന്ന ശുദ്ധബോധത്തിൽ ഏകീഭവിക്കും. ഇതൊരു യുഗപ്പിറവിയാണ്. നക്ഷത്രങ്ങൾ പറയുന്നു, ലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആകുലതകൾ നിറഞ്ഞ മനുഷ്യരാശിക്ക് ഇവൻ പുതുവെളിച്ചമാകും. അതെ, കണ്ണ് നിറഞ്ഞു കാണുക, കാത് നിറഞ്ഞു കേൾക്കുക. നാരായണ. അവൻ വലിയവനാകും, അത് ഉറപ്പ്. അറിവുകൊണ്ട് അവനൊരു യുദ്ധം നയിക്കും. തീണ്ടലിന്റെ പേര് പറഞ്ഞു മാറ്റി നിർത്താൻ കൃമികീടങ്ങളെക്കാൾ നിന്നരാണോ അവർ? വായുവും വെള്ളവും എല്ലാവർക്കും ഒരുപോലെയാണ്. ഗ്രന്ഥങ്ങൾ പറയുന്നു എല്ലാവരും ആ പരമാത്മാവിന്റെ അംശമാണെന്ന്. അതല്ലാതാവാൻ വഴിയില്ല. ഒരേ പരമാത്മാവാണെങ്കിൽ ആത്മാക്കളും ഒന്ന് തന്നെ. രാമേശ്വരത്തെത്തും മുമ്പേ ഭഗവാനെ കണ്ടു. പുണ്യം പറന്ന വീടും ദർശിച്ചു. ഈ തിരുമുറ്റത്ത് എത്രയോ തലമുറകൾ വരാനിരിക്കുന്നു അനുഗ്രഹം തേടി. എല്ലാരും ശ്വസിക്കുന്ന വായു ഏത് ജാതിയാണ്? എല്ലാരും കുടിക്കുന്ന പുഴ ഏത് വർണ്ണമാണ്? ശ്വാസമുള്ളപ്പോൾ ഭൂമിക്ക് പുറത്തും അന്ത്യശ്വാസം വലിച്ചാൽ മണ്ണിനടിയിലുമാണ് മനുഷ്യൻ. ഈ ഭൂമി ഏത് ജാതിയിൽപ്പെട്ടതാണ്? ഏത് കാലത്തും ഏത് സദസ്സിലും നാണുവിന്റെ സ്ഥാനം ഉയർന്നു തന്നെയായിരിക്കും. കുഷ്ടവും വസൂരിയും പിടിവിട്ടാൽ ആരും തിരിഞ്ഞു നോക്കാൻ? തീരാ ശാപം പോലെ ഇഞ്ചിഞ്ചായി. നിനക്ക് കുഷ്ഠമല്ല ചാത്ത, നിനക്ക് കുഷ്ഠരോഗമാണെന്ന് കണ്ട് മരണത്തിന് വിട്ടുകൊടുത്തവരുടെ മനസ്സിലാണ് കുഷ്ഠം.
അങ്ങനെ ദൈവം എൻ്റെ കുടിലിലും വന്ന് ഞാൻ ശപിക്കപ്പെട്ടവരല്ല. பேச்சுவார்த்தை இல்லாதவர்களுக்கு வேண்டிய மருந்துகள் இந்த மலையில் உள்ளது. மருத்துவமலை ஞானுவனும் மனதில் இது இருக்கட்டும். നാണുവിന് പൂർവജന്മ തപസിദ്ധിയുണ്ട്. മുജ്ജന്മ തപമുള്ളവർക്കാകും. തപസ്സത് മറ്റുള്ളവർ ചെയ്വത് പാടിൽ. തപോ ഗുണം ഒരൊറ്റ ജന്മം കൊണ്ട് ലഭിക്കില്ല. പൂർവജന്മ സുഹൃതം വേണം. നാണുവിനതുണ്ട്. അതിനെന്താ വേണ്ടത്? അതിനൊന്നാകണം, ഒന്നിച്ചു നിൽക്കണം. മൺതരിയുടെ ബലം മലയുടെ ബലമായി മാറും. മനസ്സും വപുസും കൊണ്ട് നമ്മൾ തമ്മിൽ ഭേദമില്ല. എല്ലാവരും ഒന്നാണ്. ഒരേ കിരണത്തിന്റെ സന്തതികൾ. നിങ്ങൾക്ക് തൊഴാൻ ഒരു ദൈവം ഉണ്ടാവും. തീണ്ടലും തൊടിയിലുമില്ലാത്തൊരു ദൈവം. ശിവരാത്രി നാൾ വരെ കാത്തിരിക്കുക, നമ്മുടെ ശിവന് വേണ്ടി. സ്വാമി, സ്വാമി, ഡോക്ടർ സോമർവെൽ എത്തി തൃപ്പാദങ്ങളെ പരിശോധിക്കാൻ. പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുണ്ട് സ്വാമി. Namaste, Swami. Today, Swami is very, very happy. രാത്രിയിൽ ഉറങ്ങിയോ സ്വാമി? ഉറങ്ങി. ഭൂമിയുടെ മടി തലവെച്ച് ഒരു കുട്ടിയെ പോലെ. That's positive. ആകാശം ഒരു തൊട്ടിൽ പോലെ ആടിക്കൊണ്ടിരുന്നു. മേഘങ്ങൾ ഒരു പട്ടുനൂൽ പോലെ. എല്ലാം ഒരു നെടിയ കിനാവ്. തൃപ്പാദങ്ങൾ പൂർണ്ണമായും വിശ്രമിക്കണം. കഴിഞ്ഞ ദിവസത്തെ പോലെ ആരുടെയും രോഗം മാറ്റണ്ട. അതിനൊക്കെ ഇവിടെ പ്രത്യേക സംവിധാനങ്ങളുണ്ടല്ലോ. I hope
He consulted other patients. മാറാരോഗിയായ ഒരു പെൺകുട്ടിയെ എല്ലാവരും അതിശയിച്ചു പോയി. വിശ്വസിക്കാനേ പറ്റുന്നില്ല. He's a yogi, I think. He had mastered to control his entire neurosystem. We are totally helpless. If Swami wants to recover, he could easily overcome his ailments. പക്ഷേ തൃപ്പാദങ്ങൾ സ്വന്തം കാര്യം വിചാരിക്കുന്നില്ലല്ലോ. അതെന്നും അങ്ങനെ തന്നെ. ആയുഷ്മാൻ ഭവ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. എന്ന ശരീരം കൊച്ചുകുട്ടികളുടെ കയ്യിലെ കളിപ്പാട്ടുവാ. എത്ര കാലം കാത്തു സൂക്ഷിക്കാൻ പറ്റും? തൃപ്പാദങ്ങളോട് വേദാന്തം പറഞ്ഞ് ജയിക്കാൻ കഴിയുമോ? He should take rest. I will come back soon. Namaste. നമസ്തേ. എന്താ ഡോക്ടറെ, തെളിഞ്ഞ ആകാശവും അന്തരീക്ഷമാണോ? അതെ സ്വാമി, പുറത്ത് തെളിഞ്ഞ ആകാശം, ഇളം വെയിൽ, ഉള്ളിലുമുണ്ട് മാറ്റം. എല്ലാ മാറ്റവും സൂര്യന്റെ വക. കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും കാണാതാവുന്നതും സൂര്യൻ തന്നെ. സ്വാമി സദാ പറയുന്ന അറിവിന്റെ ഇന്ധനമല്ലേ സൂര്യന്റെ നെഞ്ചിനുള്ളിൽ? അതാണല്ലോ വെളിച്ചവും തെളിച്ചവും. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇപ്പൊ വൈദ്യന്മാരുടെ നിയന്ത്രണത്തിലാ. പരിചരണവും ശുശ്രൂഷയൊക്കെ ആവുമ്പോ അതൊക്കെ വേണ്ടേ സ്വാമി? അതും ശരിയാ. ചിലപ്പോ നാം അതങ്ങ് മറന്നുപോവും. മാമി വൈദ്യം പറഞ്ഞു സ്വാമിയുടെ നർമ്മനീരസം കണ്ടെന്ന്. എക്കിൾ മാറ്റാനുള്ള കഷായം കൊണ്ടുവന്നപ്പോഴാ. തടിയൻ എക്കളുണ്ടാവാനുള്ള മരുന്നും കൊണ്ടുവന്നിരിക്കുന്നു. തനിയെ കുടിച്ചോന്ന് സ്വാമി കൽപ്പിച്ചു അത്രേ. തമാശയ്ക്ക് പറഞ്ഞതാ. പക്ഷെ മാമി വൈദ്യം കൊണ്ടുവന്ന കഷായം അത്രയും കുടിച്ചു. അതോടെ മാമിക്ക് എക്കിള് തുടങ്ങി. മഹാവൈദ്യന്റെ മുന്നിൽ താനൊരു ചിന്ന വൈദ്യനെന്ന മാമി വൈദ്യന്റെ വിലയിരുത്തൽ. മഹാവൈദ്യനാഥൻ അങ്ങ് കൈലാസത്തിലാ. ആയുസിന്റെ കുറിപ്പടി നോക്കിയ അവിടുത്തെ ഔഷധം. അത് ശരിയാ. അവിടുത്തെ ശക്തിയില്ലെങ്കിൽ പിന്നെ ഔഷധമൊന്നും ഫലിക്കില്ല. ഇനി ചികിത്സകൾ കഴിയുന്നത് നിർത്തണം. വരട്ടെ സ്വാമി, അല്പം കൂടി മെച്ചപ്പെടാനുണ്ട്. അല്ല, ബോധാനന്ദൻ എങ്ങനെയുണ്ട്? സന്നിവാത ജ്വരമല്ലേ? ഡോക്ടർമാർ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒപ്പം ഉണ്ടാകേണ്ടതാ. ഇപ്പൊ രണ്ടിടത്തായി. എന്നും നമുക്ക് പിന്നാലെ ഉണ്ട്. ഇന്നലെ പോയി കണ്ടിരുന്നു, ഓർമ്മയില്ല തീരെ. ബോധാനന്ദന് ഇനി അറിയാനും ഓർമ്മിക്കാനും ഒന്നുമില്ല. അറിയേണ്ടതെല്ലാം അറിഞ്ഞില്ലേ? സ്വാമി പറഞ്ഞതും ശരിയാ. ഡോക്ടർ നമ്മുടെ ശിഷ്യന്മാരോട് പറയണം, ഇടയ്ക്കിടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. സ്വാമിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. പൂമ്പാറ്റകളെ നോക്കൂ, സമാധി അവസ്ഥയൊക്കെ കഴിഞ്ഞ്
അവ വിശാലതയിൽ പാറിപ്പറക്കുന്നത്. ഇവരുടെ കാര്യ കഷ്ടം. ഊണുമില്ല, ഉറക്കവുമില്ല. സദാസമയവും നമുക്ക് കാവൽ നിൽക്കുന്നു. അവരതൊരു യോഗമായും ഭാഗ്യമായും കരുതുന്നു സ്വാമി. ഞാൻ പോയി വരാം. ഭക്തിയുടെ വിശുദ്ധിയുടെ മലമുകളിൽ എത്തിയതുപോലെ എന്തൊരു എനർജി, എന്തൊരു ഹാപ്പിനെസ്. ഈശ്വര ചൈതന്യത്തിന്റെ കയ്യൊപ്പ് വീണ ഇടങ്ങളെല്ലാം അങ്ങനെയാ. മഹാഗുരുവിന്റെ സമാധിക്ക് മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ നിശ്ചലമായി നിൽക്കുന്നത് പോലെ ദിവ്യമായൊരു രോമാഞ്ചമാണ്. ആനന്ദമോ വിഷാദമോ എന്ന് വേർതിരിക്കാനാകാതെ കണ്ണുകൾ നിറഞ്ഞുപോകും. കറക്റ്റ്. ഞാനും ആ അവസ്ഥയിലാണ്. ഇതുവരെ ഒരു ഗവേഷക അല്ലെങ്കിൽ നൃത്താവതാരക. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു തീർത്ഥാടക. എനിക്ക് ബോധ്യമായി ലക്ഷ്മിയുടെ ഗുരുഭക്തി. ശരിക്കും ഗുരുവിനെ അറിഞ്ഞു, അനുഭവിച്ചു. അതിന്റെ ഗുണം, അതിന്റെ പുണ്യം വാഷിംഗ്ടണിൽ പ്രതിഫലിക്കാതിരിക്കില്ല, തീർച്ച. ഇപ്പോൾ വല്ലാത്ത ഒരു ആത്മവിശ്വാസം. ക്ഷണിക്കപ്പെടുന്ന രാജ്യങ്ങളിലെല്ലാം ഗുരുവിന്റെ ചരിത്രം അവതരിപ്പിക്കണം. ശാരദാദേവിയുടെ അനുഗ്രഹം, മഹാഗുരുവിന്റെ കൃപ, പിന്നെന്തു വേണം? ആത്മാനന്ദത്തിന്റെ ഒരു നോബൽ സമ്മാനം കിട്ടിയതുപോലെ കരുതുക. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വത്തിക്കാൻ എത്ര അരികിൽ, മെക്കയും മദീനയും തൊട്ടുമുമ്പിൽ എന്ന പോലെ. അതാണ് ശിവഗിരി മഹാത്മ്യം. ഇവിടെ നിന്ന് നോക്കുമ്പോ ലോക ജനതയ്ക്ക് ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു ലോകമേ ഉള്ളൂ. മനസ്സ് പറയുന്നു ഗുരു കൂടെ ഉണ്ടാവുമെന്ന്, ആ അനുഗ്രഹം ഉണ്ടാവുമെന്ന്. എല്ലാ വർഷവും ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിലാണ് ശിവഗിരി തീർത്ഥാടനം. ഓരോ തീർത്ഥാടകനും തോന്നും ഗുരു കൂടെയുണ്ടെന്ന്. ലക്ഷക്കണക്കിന് കണിക്കൊന്നകൾ പൂത്ത ചന്തമായിരിക്കും അപ്പ ശിവഗിരിക്ക്. ഒരു ഗോൾഡൻ വാലി അല്ലേ? ഗുരുവിനെ അറിഞ്ഞപ്പോ ലക്ഷ്മിയും കവിയായല്ലോ. അടുത്ത സൺഡേ ഡൽഹിക്ക്, അത് കഴിഞ്ഞ് വാഷിംഗ്ടണിലേക്ക്. ശരിക്കും ഗുരുവിനെ പിരിയാൻ ഒരു വിഷമം, മനസ്സിൽ മുടിവെറ്റ പോലെ. ഗുരുവിനെ പിരിയുന്നില്ലല്ലോ, കണ്ണുകൾ അടച്ച് ധ്യാനിച്ചാ മതി. ഗുരു തെളിയും, ശിവഗിരിയും. അത് ശരിയാ. മഹാഗുരുവിന്റെ സമാധിയുടെ അടുത്ത ദിവസം 2 സൂര്യന്മാർ ഉദിച്ച പോലെ കണ്ടവരുണ്ട്. സൂര്യന് തൊട്ടടുത്തായി മറ്റൊരു തേജോഗോളം. വണ്ടർഫുൾ. അങ്ങനെയും യെസ്, നക്ഷത്ര ബംഗ്ലാവിലും സമാനമായ ഒരു നിരീക്ഷണം ഉണ്ടായി. അത് അറിവിന്റെ തേജോഗോളമല്ലേ? നോക്ക് ലക്ഷ്മി, മഹാഗുരുവിന്റെ ഈ മഹാസമാധി മണ്ഡപം
ഒരു അഭയമുദ്ര പോലെ, വരദമുദ്ര പോലെ അതിനെ ഒരുമിപ്പോകുന്ന മേഘങ്ങൾ പ്രണയിക്കുകയാണ്. ആകാശത്ത് നിന്ന് നോക്കിയാൽ ശിവഗിരി ഒരു ശാന്തിഹസ്തം പോലെ. പറഞ്ഞ് ഡോക്ടർ കവിയായോ? ഞാൻ ഗുരുവിന്റെ കവിതകളെ ധ്യാനിക്കുകയായിരുന്നു. മഹാഗുരു 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 മഹാ